ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു പുതിയ ഗെയിം കളിക്കാൻ പോവാണ്. അതിൻ്റെ പേരാണ് ഗ്രാപാക് ടെസ്റ്റ്. നമ്മളെ ഒരാൾ അറേഞ്ച് ചെയ്ത് ഇട്ടതാണ് ഈ ഗ്രാപാക് ടെസ്റ്റിന്. ഈ ഗ്രാപാക് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ആദ്യം സാധാരണ പോലെ ചുമന്ന ഹാൻഡ് വെക്കണം. നമ്മൾ ഫാൻ ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലൊന്നും ഇല്ല, എന്നാലും നല്ല ഗെയിമ. ഇനി നമ്മളിത് ഇങ്ങനെ വെക്കണം എന്നാ തോന്നേ. ഇങ്ങനെ നമുക്ക് വലിക്കണമായിരിക്കും. അതെ, കൊള്ളാൻ നല്ല ഗെയിമല്ലേ. നിങ്ങളും ഒരു പ്രാവശ്യം കളിച്ചോ? ഇതിൻ്റെ പേര് ഗ്രാപാക് ടെസ്റ്റ്. ഒന്ന് റോബോട്ട് അടിച്ചു കൊടുത്താൽ മതി, കിട്ടും. നിങ്ങൾ പോപ്പി പ്ലേറ്റിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം കളിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ത് ചെയ്യണമെന്ന്. ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ കളിച്ചോ. ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഞാൻ ഫുള്ള്. 2 കൈകളും വെക്കൂ, 2 കൈകളെയും പിടിക്കൂ, എന്നിട്ട് താഴത്തെ 2 കൈകളെയും അങ്ങനെ വരിയും. ഞാൻ ഇപ്പോഴും ഇത് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ചുമന്ന ഹാൻഡ് ഈ സൈഡിൽ വെക്കും, ഈ സൈഡിൽ ആ ചുമന്ന ഹാൻഡ് അതുകൊണ്ട്. എന്നിട്ട് ഈ നീല ഹാൻഡ് ഈ സൈഡിലോട്ട് വെക്കും. അടിച്ച് ഇച്ചിരി ടഫ് അവിടെ വെക്കണം. കറക്റ്റ് ആ കുഞ്ഞ് ഡോട്ട്. അതെ, വെച്ചു. ഇനി നമ്മൾ വലിക്കണം. 2 ഒറ്റയടിക്ക് പൊട്ടിക്കിട്ടിയത് കണ്ടോ. ലാസ്റ്റ് ഒന്ന് നല്ല ഒച്ചയുണ്ട്. ഇനി ഇവനെയും കൂടെ വലയ്ക്കണം. ഇതൊരു കൈ വെച്ചേ ചെയ്യത്തുള്ളൂ. ഇനി അപ്പുറത്തെത്തി. ഇനി ഡോർ ഹാൻഡിലേ വെക്കണം. തുറക്കൂ. ഇനി അടുത്ത് അതെ, അവിടെ താരി ഒരു കുഞ്ഞ് മഞ്ഞയുണ്ട്. അതേ പിടിക്കൂ, വലിക്കാം. നമുക്ക് കുടിക്കാം. ഓപ്പൺ നമ്മൾ ഓപ്പൺ ചെയ്ത് വീട് അപ്പത്തി നിർത്തി എന്നെ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. തന്നെ വിട്ടുവാണ് കൈ. ഓക്കെ, നീ നമ്മൾ ഈ ഹാൻഡ് കൈ വയ്ക്കാം. നീ മണ്ടേ പിടിക്കാം. ഏതേലും കൈ വെച്ച് ഇതൊക്കെ ചെയ്യാം. ഈ പരിപാടികളൊക്കെ ഏത് കൈ വെച്ചും ചെയ്യാം. പക്ഷെ ഇപ്പം ചാടിയ പരിപാടി മാത്രമേ പർപ്പിൾ ഹാൻഡ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പോപ്പി പ്ലേറ്റ് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാൻ പറ്റും. എല്ലാ ചാപ്റ്ററുകളും ഞാൻ വന്നാൽ 5 ചാപ്റ്ററുകളുണ്ട്. ഇനി 6ാമത്തെ ഇറങ്ങാൻ പോകും. നിങ്ങൾ കണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് കണ്ടിട്ട് നിങ്ങളിത് കളിച്ചോ. അല്ലെങ്കിൽ നമ്മൾ അതിപ്പോൾ ലെവർ പിടിച്ച് വലിച്ച് ഇനി ഇതെടുക്കാം. ഈ ബാറ്ററി എടുത്ത് ഇവിടെ വയ്ക്കണം. ഇപ്പോൾ ഇതൊന്ന് കറണ്ട്. അന്നേരം നമ്മൾ ഇതേ ഞെക്കിയ കറണ്ട് സ്വിച്ച് ഇങ്ങോട്ട് വരും. ഡോറ് വരണം. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എനിക്കറിയാം. ഇനി ഈ ബട്ടണെ വീണ്ടും നമ്മൾ ഞെക്കണം. ഈ ലൈറ്റ് ഓണായി. ഇനി നമുക്ക് ചാടാം. അതുകൊണ്ട് ഇവിടേക്ക് ഒരു വയർ കണക്ഷൻ കണ്ടോ? ഈ വയർ കണക്ഷൻ ഇതിന് വേണ്ടിയാ നമ്മൾ കട്ട് ചെയ്ത് ഈ ഡോറ് തുറക്കാൻ നേരത്ത്. കളിക്കാൻ ഇച്ചിരി പാടാ ഗൈസ്, ഇച്ചിരി ടഫ്. ഇതുണ്ടോ പുതിയൊരു ട്രോൾ ഹാൻഡ് വന്നിട്ടുണ്ട്. ഇതെന്ത്? ഇതാ പ്രഷർ ഹാൻഡ്. ചുമന്നെടുക്കാൻ വീടും. ഇനി അങ്ങോട്ടാ വെരിഫൈ ചെയ്ത്. ഇനി എന്ത്? ഇവിടെ റൂമുണ്ടോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ റൂമിൽ എവിടെ നിന്ന് ബാറ്ററി കിട്ടും? മുമ്പത്തെ സ്ഥലത്തുനിന്ന് എടുക്കാം ബാറ്ററി. തുറക്കാനുള്ളതല്ലേ, തുറക്കാൻ പറ്റുമോ? ഈ ബാറ്ററി എടുക്കാം. ഇനി ഇവിടെ വയ്ക്കാമെന്ന് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ വയ്ക്കാം. ഇനി എന്നാ ഇത് ഇവിടെ വന്നിട്ട് എന്ത് കാര്യം? അത് നിർത്തണമായിരിക്കും. അങ്ങനെ വീണ്ടും ഈ ഇതിലൊന്ന് അതേ കണക്റ്റ് ആവുമായിരിക്കും. എൻ്റെ മൈൻഡ് അങ്ങനെയാണ്. അല്ല ഗൈസ്, വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്കാകെ ഒരു ഐഡിയ ഉള്ളൂ. നമ്മൾ മൂടി പോവാണെങ്കിൽ രക്ഷപ്പെട്ട്. ആർത്താ നമ്മൾ സ്റ്റക്കായിരുന്ന എപ്പോഴത്തേക്കും. നല്ല കാര്യം. എന്തായാലും ഇത് ഇവിടെ വയ്ക്കാം.
ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ചെയ്യാൻ പറ്റുന്നത്. പോകുന്നേ ഇതേ ഞെക്കണം വന്നേ കണക്ഷൻ പറ്റുമോ? അതേ വന്ന്. പക്ഷെ ഇത് എങ്ങനെ തുറക്കും? ഇത് തുറക്കണം. പക്ഷെ ഗൈസ് തുറക്കണം. ഈ ഡോറ് നമുക്ക് തുറക്കണം. ഈ ഡോറ് ഇത് ഡോറാ. അത് തുറക്കണം. ഞാൻ ട്രൈ ചെയ്തു. ആ ഇങ്ങനെ ചെയ്തു. ഇനി ഇത് എടുക്കണം. അങ്ങനെ കണക്ഷൻ പോവും. അവർ പോവും. പക്ഷെ അത് തുറന്നു തന്നെ കിടക്കും. നല്ല കാര്യം. ഇത് വെച്ചിട്ട് ഇത് ഞെക്കണോന്ന് തോന്നുന്നത്. ഈ കണക്ഷൻ ഇങ്ങനെ പോവില്ലേ? അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നോക്കട്ടെ. എൻ്റെ ബ്രെയിൻ കാരണം എല്ലാം ചെയ്തു തന്നെ. ഇനി എന്ത് ഇവിടെ എത്തി? ഇനിയാണ് ചെയ്യണ്ടേ? എനിക്ക് സംശയങ്ങൾ എപ്പോഴും ഉണ്ട്. ഇനി ചെയ്യണ്ടേ? ഇവിടെ എത്തി. ഇനി എന്ത്? അവിടെ ബാറ്ററി വെക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ബാറ്ററി അന്നേരം എടുക്കേണ്ടി വരും. ഇല്ലത്തില്ല. ഇത് എത്തിക്കാൻ പറ്റുമോ? ഇത് ഇല്ല. അല്ല പറ്റുമാണെങ്കിൽ നന്നായനെ. നമുക്കെന്നെ അതെടുക്കാം. ഭയങ്കര റേഞ്ച് തന്നെ. ഇത് വെച്ച് മാറ്റാൻ പറ്റുമോ? ഇല്ല. ടെക്നോളജി ഉണ്ട് ഗെയിമിന്. ഇനി എന്ത്? ഇത് വലിക്കാതെടുക്കണം. വലിയോ എന്നെ തള്ളിയിരുന്നേ. ഇനി എൻ്റെ പാർക്കൂ സ്കിൽസ് എടുക്കാൻ സമയമായി. അയ്യാ ഞാൻ എൻ്റെ പാർക്കൂ സ്കില്ല് വറക്കാവത്തെ. ചാട കണ്ട എൻ്റെ പാർക്കൂ സ്കിൽ. ഇനി എന്തത്? മണ്ടയിൽ മഞ്ഞ ഞാൻ കണ്ടില്ല. ഇനിയും പൊങ്ങ്. ഇത്രയും മതിയായിരിക്കും. ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്നു. അങ്ങോട്ട് കയറണം നമ്മൾ. അതെനിക്കറിയത്ത. എന്ത് ചെയ്യും നമ്മൾ? നോക്കട്ടെ. ഞാൻ ഒന്നും കൂടെ പിടിച്ച് കയറിക്കോ. അതെ. അയ്യോ കയറാൻ പറ്റില്ല ഗൈസ്. അവിടെ ഒരു കുഞ്ഞ് ഗ്യാപ്പ് കണ്ടോ? ആ ഗ്യാപ്പിലോട്ട് കയറണം. ഇട്ട് അങ്ങോട്ട് കയറണം. കുട്ടിക്ക് നമ്മൾ വീണ് ഗൈസ്. ഇനി നമുക്കിത് പൊട്ടിക്കാം. ഇത് ഇച്ചിയും കൂടി ഈസി. 2 കൈയിനേക്കാളും പെട്ടെന്നല്ല മറക്കുക. 2 കൈയിനേക്കാളും സുഖമാണെങ്കിൽ 2 കൈയാ പെട്ടെന്ന്. അല്ല 1 കൈയാ സുഖമാ. 2 കൈ പക്ഷെ പെട്ടെന്ന് 1 കൈയാ എപ്പോഴും പെട്ടെന്ന്. അയ്യോ തന്നെ ഈ ഓപ്ഷനാ. നമുക്കിതേ പിടിക്കാം. ഈ ഹാൻഡ് ആക്കട്ടെ. എത്ര നേരം ഈ ഹാൻഡ് വെച്ചേക്കുന്നത്? ഇത് പറപ്പിച്ച അപ്പുറത്തെത്തി. ഇതെന്ത് ഇവിടെ? നമ്മൾ ബാറ്ററി എടുക്കാൻ പോകണം. ഇനി അവിടം വരെ പോയി. എന്താ ഗൈസ്? വീണ്ടും നമ്മൾ പോയി ബാറ്ററി എടുക്കണം. എവിടെയാണ് നമ്മൾ ബാറ്ററി വെച്ച് കഴിഞ്ഞ്? അതെനിക്കറിയത്തില്ല. മറ്റേ ഡോറിൻ്റെ അവിടെ. അത് മറന്നുപോയി. ഈ ഡോറെടുത്താത്തോ വീണ്ടും അടഞ്ഞു പോവാ. ചാട്. പാർക്കൂ സ്കില്ല് വെച്ച് ചാട്. അയ്യോ എൻ്റെ പാർക്കൂ സ്കില്ല് എടുക്കാൻ സമയമായി. പക്ഷേ ഇപ്പോൾ വർക്കാവുന്നില്ല വലുതായിട്ട്. സൂപ്പർ സ്പീഡോ? അയ്യാ എന്തത്? ഞാൻ എന്തിനാ വെറുതെ ഇത്രയും നേരം പാർക്കൂർ കളിക്കുന്ന? ശരിക്കും കളി കളിച്ചാൽ പോലും സ്കില്ലെടുത്ത് എല്ലാ കാര്യമുണ്ടോ? ഒന്ന് ചതക്കട്ടെ. അറിയത്തില്ല. ചതച്ച് കൊല്ലാമെന്ന് ആലോചിച്ചാ നടക്കൂല. അതിന് അവിടെ നിന്ന് ഇനി ഞാൻ പ്രൊഫസറൊന്നും കാണിക്കുന്നില്ല. ആദ്യം ഇവൻ്റെ നേരത്തോട്ട് പോകണം. അത് പറഞ്ഞു തിരിച്ചെടുക്കുന്നു. ഞാൻ അതുപോലെ പൊട്ടനായിരുന്നു ഒരിക്കൽ. ഇതിനകത്ത് കുറച്ച് തീ തരാം. തീ തന്നാ നിങ്ങൾ ചെയ്യോ? കൈ വെച്ചേക്കുമല്ലേ. തീ പോരാ. ഇവനെ കൊടുക്കാം. നാട്ടിൽ
എൻ്റെ പാർക്കൂർ സ്കില്ല് എന്തത്? ഞാൻ പാർക്കൂർ വീണ്ടും ഞാൻ തുടങ്ങിയോ? ഇത്രയും ഗ്യാപ്പ് ഞാൻ പിടിച്ചിട്ടേക്കുന്നു. അതുപോലെ പൊട്ടുന്നതാണ്. വാടാ ഇങ്ങോട്ട് വാടാ വാടാ മര്യാദയ്ക്ക് വാടാ. എടുത്തോണ്ടതാണ്. അയ്യോ ഗെയിമനങ്ങ് നമുക്കങ്ങനെ എൻ്റെ മണ്ടേ കയറാം. ആന്നാ വാമ്പോ അല്ല ഷ്രെക്കാണോ അവൻ്റെ പേരാണ് സ്വാമ്പിലായിരിക്കും അല്ലേ? ഷ്രെക്ക് ആരാന്ന് അറിയത്തില്ലെങ്കിൽ ഒരു മൂവീസ് എനിക്കിപ്പോൾ ആവശ്യം ഒരു ടെക്നോളജി ഉണ്ട്. അത് വർക്കാവുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ആദ്യം ഞാൻ ഈ പരിപാടി ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. വാടാ ഇങ്ങോട്ട് വാടാ മര്യാദയ്ക്ക് വാടാ. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വാടാ. അവൻ ആ കട്ട വേണം, അതുകൊണ്ടാണ് വരാത്തെ. കരയിക്കുന്നേ എൻ്റെ പ്ലാൻ മറക്കായില്ല. എന്നെ മുട്ടയാക്കി ഈ ഗെയിം വായിസ്. ഞാനിപ്പോൾ മുട്ടയായി, ഉരുണ്ട മുട്ട. സാരമില്ല, നമുക്ക് വീണ്ടും എങ്ങനെയാലും സുൽത്താനോ? ആരുടെ സുൽത്താൻ? അവൻ മലയാളിയാണോ? സുൽത്താനെന്നൊക്കെയാ പേര് കേട്ടത്. ഇപ്പം എങ്ങനെയുണ്ട്? ടെക്നോളജിയാ അല്ലേ? ഞാൻ ഭിത്തിയെ പോയി തൊടുവാണോ? ഞാൻ എന്തിനാണോ ഈ കൈ പോയി എടുത്തേ? എൻ്റെ പൊട്ടത്തരം ഉള്ള മൈൻഡ് ഈ കയ്യിൽ തന്നെ എടുക്കും. എനിക്ക് കുഴപ്പം, ഇതാണ് കുഴപ്പം. ഈ ഭാഗം പിടിക്കാൻ രക്ഷപ്പെട്ട്. എൻ്റെ ദൈവമേ എങ്ങനെയൊക്കെയാണോ ഈ ഒറ്റ ഒരു ബാറ്ററിക്ക് ഇത് കൺവീനിയൻസ് ആണല്ലോ, ഞാൻ കണ്ടില്ല. ആ